നമോ ഭഗവതേ വാസുദേവായ. ദശകം 42 ശകടാസുരവധം. ശ്ലോകം 1. കഥാഭിജന്മർക്ഷദിനേ തവ പ്രഭോ നിമന്ത്രിതജ്ഞാതിവധൂമഹീസുരാ മഖാനസസ്ത്വാം സവിധേ നിദായസാ മഖാനസാദൗ വവൃതേ വ്രജേശ്വരീ. കഥാഭിജന്മർക്ഷദിനേ തവ പ്രഭോ നിമന്ത്രിതജ്ഞാതിവധൂമഹീസുരാ മഖാനസസ്ത്വാം സവിധേ നിദായസാ മഖാനസാദൗ വവൃതേ വ്രജേശ്വരീ. കഥാഭി പിന്നീട് ഏതോ ഒരു ജന്മർഷദിനേ തവ ജന്മനാൾ ദിനത്തിൽ, ജന്മനക്ഷത്ര ദിനത്തിൽ, പ്രഭു ഹേ പ്രഭുവായ ഗുരുവായൂരപ്പ, നിമന്ത്രിത ക്ഷണിക്കപ്പെട്ട, നാഥി ബന്ധുക്കളോടും, വധൂ മഹീസുര ഗോപവധുക്കളോടും ബ്രാഹ്മണരോടും കൂടി, മഹാ അനസ വലിയ ഒരു വണ്ടിയുടെ, വാം സവിതേ നിധായസ അങ്ങയെ അടുത്തു കിടത്തിയിട്ട്, അവൾ ആ യശോദ, മഹാനസാധൗ അടുക്കളയിലും മറ്റും, വവൃതേ വ്രജേശ്വരി ആ ഗോകുലനായിക അടുക്കളയിലും മറ്റുമുള്ള ജോലികളിൽ വ്യാപൃതയായി. ഈ ശ്ലോകാർത്ഥം: ഹേ പ്രഭു, അങ്ങയുടെ ഒരു ജന്മനക്ഷത്ര ദിനത്തിൽ ബന്ധുക്കളെയും ഗോപവധുക്കളെയും ബ്രാഹ്മണരെയും ക്ഷണിച്ചു വരുത്തിയ ഗോകുലേശ്വരിയായ യശോദ ഉണ്ണിക്കണ്ണനെ ഒരു വലിയ വണ്ടിയുടെ അടുത്ത് കിടത്തിയിട്ട് അടുക്കള ജോലിയിൽ വ്യാപൃതയായി. മനുഷ്യാവതാരം ചെയ്ത് മനുഷ്യകൃതമായ വൃത്തികളെല്ലാം ചെയ്യുന്നതിനിടയിലെ ഉണ്ണിക്കണ്ണന്റെ അതിശയകരമായ ബാലചരിതം വർണ്ണിക്കുന്നു. ആ ഇടയ്ക്ക് ഒരിക്കൽ ഉണ്ണിക്കണ്ണന്റെ 3-ാം മാസ ജന്മനക്ഷത്ര ദിനത്തെ ഒരു മഹോത്സവമായി അമ്പാടിയിൽ യശോദ നന്ദഗോപന്മാർ ആഘോഷിക്കുകയാണ്. മലർന്നു കിടക്കുന്ന കുഞ്ഞ് കമിഴാൻ തുടങ്ങുന്ന ദിനത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഉത്സവമാണിത്. അന്ന് രോഹിണി നാളിൽ പ്രഭാതത്തിൽ കണ്ണനെ കുളിപ്പിച്ച് അലങ്കരിച്ച് വിശിഷ്ട വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ച് മടിയിൽ വെച്ചിരിക്കവേ കണ്ണൻ പതുക്കെ ആലസ്യഭാവം നടിച്ച് കണ്ണുകളടച്ച് ഉറങ്ങുവാൻ തുടങ്ങി. ഉണ്ണിക്കണ്ണനെ യശോദ ഉണർത്താതെ പതുക്കെ ഒരു തൊട്ടിലിൽ കിടത്തി. ചുറ്റും മറ്റു ബാലകന്മാരൊക്കെ കൂടിയിരുന്നതിനിടയിൽ കണ്ണനെ വധിക്കാനായി കംസന്റെ ഭൃത്യനായ ഒരു അസുരൻ ഒരു വണ്ടിയുടെ രൂപത്തിൽ കണ്ണനെ കിടത്തിയിരിക്കുന്ന തൊട്ടിലിനു മുകളിൽ മായാരൂപിയായി വന്നു നിന്നു. അവൻ അതിമായാവിയായ ശകടാസുരൻ ആയിരുന്നു. ഈ ദശകത്തിന്റെ വൃത്തം വംശസ്ഥം. ശ്ലോകം 2. തതോ ഭവത്രാണനിയുക്ത ബാലക പ്രഭീതി സംക്രന്ദന സങ്കുലാരവൈഃ വിമിശ്രമശ്രാവിഭവത് സമീപതഃ പരിസ്ഫുടദ്ദാരുചടച്ചടാരവഃ. ഒരിക്കൽ കൂടി. തതോ ഭവത്രാണനിയുക്ത ബാലക പ്രഭീതി സംക്രന്ദന സങ്കുലാരവൈഃ വിമിശ്രമശ്രാവിഭവത് സമീപതഃ പരിസ്ഫുടദ്ദാരുചടച്ചടാരവഃ. തഥോ പിന്നെ, ഭവത്രാണനിയുക്ത ബാലക അങ്ങയെ ത്രാണനം ചെയ്യാൻ നോക്കാൻ നിയുക്തരായ ബാലകന്മാരുടെ, പ്രഭീതി വളരെ ഭീതിതമായ ഭീതി കലർന്ന, സംക്രന്ദന സങ്കുല ആരവൈ നിലവിളി കലർന്ന ആരവത്തോടുകൂടി, വിമിശ്രം അശ്രാവി കൂടിക്കലർന്ന് കേൾക്കപ്പെട്ടു, ഭവത് സമീപത ഉണ്ണിക്കണ്ണന്റെ സമീപത്തിൽ നിന്ന്, പരിസ്ഫുടത് സ്ഫുടമാകുന്ന പൊട്ടിച്ചെതറുന്ന, ധാരു മരത്തിന്റെ, ചടചട ആരവ ചടചട ശബ്ദം. ഇനി ശ്ലോകാർത്ഥം. പിന്നെ ഉണ്ണിക്കണ്ണന്
കാവലായി നോക്കാൻ ഏൽപ്പിച്ചിരുന്ന ബാലകന്മാരുടെ ഭയപ്പാടോടുകൂടിയ നിലവിളി ശബ്ദത്തോട് കലർന്ന് തടി പൊട്ടിച്ചിതറുന്ന ചടചട ശബ്ദം ഉണ്ണിക്കണ്ണന്റെ സമീപത്ത് നിന്ന് കേൾക്കപ്പെട്ടു. ഉണ്ണിക്കണ്ണൻ ഉറക്കം നടിച്ച് കിടക്കുകയായിരുന്നല്ലോ. ശകടാസുരനെ കണ്ടതോടെ ഉണ്ണിക്കണ്ണൻ കൈകാൽ കുടഞ്ഞ് മുലപ്പാലിനെന്ന പോലെ കരയാൻ തുടങ്ങി. പാട്ടും വാദ്യഗീതങ്ങളുമൊക്കെ ഉയരുന്നതിനിടയിൽ ഉണ്ണിയുടെ കരച്ചിൽ ആരും അത്ര ശ്രദ്ധിച്ചില്ലത്രേ. ഉണ്ണിയുടെ ചെന്തളിൽ മസൃണമായ കാലിന്റെ ഒരു താടനം കൊണ്ടു തന്നെ ശകടം ചക്രങ്ങളും അക്ഷങ്ങളും ഭേദിക്കപ്പെട്ട് ദൂരെ തെറിച്ചുപോയി. ആ ശകടം പൊടിയുന്ന ചടചട എന്ന ആരവം പരിസരമൊക്കെ ഉയർന്നു പൊങ്ങി. ശകടാസുരൻ വധിക്കപ്പെട്ടു. ശ്ലോകം 3. തതസ്തദാകർണന സംഭ്രമശ്രമ പ്രകമ്പിവക്ഷോജഭരാവ്രജാംഗനാഃ ഭവന്തമന്തർദദൃശുഃ സമന്തദോ വിനിഷ്പദദ്ദാരുണദാരുമധ്യഗം. ഒരിക്കൽ കൂടി. തതസ്തദാകർണന സംഭ്രമശ്രമ പ്രകമ്പിവക്ഷോജഭരാവ്രജാംഗനാഃ ഭവന്തമന്തർദദൃശുഃ സമന്തദോ വിനിഷ്പദദ്ദാരുണദാരുമധ്യഗം. തഥാ അനന്തരം തത് ആകർണന ആ കോലാഹലം കേട്ടിട്ട് സംഭ്രമശ്രമ സംഭ്രമത്തോടെ സംഭ്രമത്തിന്റെ ശ്രമം കൊണ്ട് പരിഭ്രമത്താൽ പ്രകമ്പി വളരെ കമ്പിതമായ ചലിക്കുന്ന കുലുങ്ങുന്ന വക്ഷോജഭര വക്ഷസ്സുരുടെ ഭാരത്തോടുകൂടിയ വൃജാംഗന ഗോപസ്ത്രീകൾ ഭവന്തം അങ്ങയെ ഉണ്ണിക്കണ്ണനെ അന്തർദ്രദൃശു ഉള്ളിൽ കണ്ടു സമന്തതോ ചുറ്റിലും വിനിഷ്പദത് വീണുകിടക്കുന്ന ദാരുമധ്യകം വലിയ തടിക്കഷ്ണങ്ങൾക്കിടയിൽ. ശ്ലോകാർത്ഥം. ആ ശബ്ദം കേട്ടിട്ടുണ്ടായ സംഭ്രമത്താൽ പരിഭ്രമിച്ച് കുലുങ്ങുന്ന കുജഭാരത്തോടുകൂടി ഓടിക്കൂടിയ ഗോപനാരിമാർ ഉണ്ണിക്കണ്ണനെ നാലുപാടും ചിതറിക്കിടക്കുന്ന പരുപരുത്ത തടിക്കഷ്ണങ്ങൾക്കിടയിൽ കിടക്കുന്നതായി കണ്ടു. ശ്ലോകം 4. ശിശോരകോ കിം കിമഭൂതിതി ദ്രുതം പ്രധാവ്യനന്ദ പശുപാശ്ച ഭൂസുരാഃ ഭവന്തമാലോക്യ യശോദയാ ധൃതം സമാശ്വസന്നശ്രുജലാർദ്രലോചനാഃ. ഒരിക്കൽ കൂടി. ശിശോരകോ കിംകിമഭൂതിതി ദ്രുതം പ്രധാവ്യനന്ദ പശുപാശ്ച ഭൂസുരാഃ ഭവന്തമാലോക്യ യശോദയാ ധൃതം സമാശ്വസന്നശ്രുജലാർദ്രലോചനാഃ. കിഷോർ അഹോ അയ്യോ ശിശുവിന് കിം അഭൂത് ഇതി എന്തുപറ്റി എന്ന് ദ്രുതം പ്രധാവ്യ വേഗത്തിൽ ഓടിയെത്തിയ നന്ദ പശുപ ച ഭൂസുര നന്ദനും ഗോപന്മാരും ബ്രാഹ്മണരും ഭവന്തം ആലോക്യ ഉണ്ണിക്കണ്ണനെ കണ്ടിട്ട് യശോദയാ ധൃതം യശോദ കയ്യിലെടുത്തിരിക്കുന്ന സമാശ്വസിതരായി അശ്രു ജലാർദ്രലോചന അശ്രുജലം കൊണ്ട് ആർദ്രമായ ലോചനങ്ങളോട് കൂടിയവരായി. ശ്ലോകാർത്ഥം. അയ്യോ കുഞ്ഞിനെന്തുപറ്റി എന്നിങ്ങനെ തിരക്കി ഓടിയെത്തിയ നന്ദഗോപരും മറ്റു ഗോപന്മാരും ബ്രാഹ്മണരും യശോദയുടെ കയ്യിലിരിക്കുന്ന ഉണ്ണിക്കണ്ണനെ കണ്ടിട്ട് അശ്രുജലം കൊണ്ട് ആർദ്രമായ ലോചനങ്ങളോടെ സമാശ്വസിച്ചു. ശ്ലോകം 5. കസ്കോനു കൗദസ്കുദയേഷ വിസ്മയോ വിശങ്കടം യത് ശകടം വിപാടിതം ന കാരണം കിഞ്ചിദികേതിദേ സ്ഥിതാഃ സ്വനാസികാദത്തകരാസ്ത്വദീക്ഷകാഃ. ഒരിക്കൽ കൂടി.
കസ്കോനു കൗദസ്കുദ ഏഷ വിസ്മയോ വിശങ്കടം യത്ശകടം വിപാടിതം ന കാരണം കിഞ്ചിദികേതിരേ സ്ഥിതാഃ സ്വനാസികാദത്തകരാസ്ത്വദീക്ഷകാഃ. കസ്കോനു കാക്കനു എന്ത് എന്ത്, കൗതുഹക്കുതഃ എന്തുകൊണ്ട്, എവിടെ നിന്നുണ്ടായി, ഏഷ വിസ്മയോ ഇതെന്ത് അത്ഭുതം, വിശങ്കടം വിസ്തൃതമായ വലുതായ, യത് ശകടം ഈ ശകടം വണ്ടി, വിപാടിതം തകർക്കപ്പെട്ടതിന്, ന കാരണം കിഞ്ചിദിഹം ഇവിടെ ഒരു കാരണവും ഇല്ല, ഇവിടെ ഒരു കാരണവും കാണുന്നില്ല. ഇതി ഇങ്ങനെ, തേ സ്ഥിത അവർ നിലകൊണ്ടു, സ്വനാസിക ദത്ത കര സ്വന്തം നാസികയിൽ വിരൽ വയ്ക്കുന്നവരായി, ത്വത് വീക്ഷക ആ ഉണ്ണിക്കണ്ണനെ കാണുന്നവരായി. ശ്ലോകാർത്ഥം: ഇത് എന്ത് അതിശയമാണ്, ഇത് എങ്ങനെ ഉണ്ടായി, ഈ വലിയ വണ്ടി തകരുന്നതിന് ഒരു കാരണവും ഇല്ല എന്നിങ്ങനെ പറഞ്ഞ് ഉണ്ണിക്കണ്ണനെ നോക്കി മൂക്കിൽ വിരൽ വെച്ച് അവർ ഏവരും നിന്നുപോയി. ശ്ലോകം 6. കുമാരഗസ്യാസ്യ പയോധരാർത്തിനക പ്രരോദനേ ലോലപദാംബുജാകദം മയാ ദൃഷ്ടമനോ വിപര്യഗാദ് ഇതീശതേ പാലകബാലകാ ജഗുഃ. ഒരിക്കൽ കൂടി. കുമാരഗസ്യാസ്യ പയോധരാർത്തിനക പ്രരോദനേ ലോലപദാംബുജാകദം മയാ ദൃഷ്ടമനോ വിപര്യഗാദ് ഇതീശതേ പാലകബാലകാ ജഗുഃ. കുമാരകസ്യ അസ്യ ഈ കുഞ്ഞിന്റെ, പയോദര അർത്ഥിന മുലപ്പാലിനു വേണ്ടി യാചിക്കുന്ന, പ്രരോദനേ ശക്തമായ കരച്ചിൽ, രോദനം കരച്ചിൽ, ലോലപാദ അംബുജം താമരപ്പൂ പോലെ ലോലമായ മൃദുലമായ പാദങ്ങളാൽ, ആഹതം അടിയേറ്റ് ആഹതമായിട്ട്, മയാ ദൃഷ്ടം ഞാൻ കണ്ടതാണ്, അനോ അനഹ ആ വണ്ടി, വിഭജ്യഘാത് വിഭജ്യമായി, ഭിന്നാവസ്ഥയെ പ്രാപിച്ചു തകർന്നുപോയി. ഇതി ഈശ എന്ന് ശ്രീ ഗുരുവായൂരപ്പ ധേ പാലകബാലക അങ്ങയുടെ കാവൽക്കാരായ ഇടയക്കുട്ടികൾ ജഘു പറഞ്ഞു. ശ്ലോകാർത്ഥം: ഹേ ഈശ ശ്രീ ഗുരുവായൂരപ്പ, മുലപ്പാലിനു വേണ്ടി അർത്ഥിക്കുന്ന ഉണ്ണിക്കണ്ണൻ തന്റെ താമരപ്പൂ പോലെ മൃദുലമായ പാദങ്ങളിട്ട് അടിച്ചു കരയുന്നതിനിടയിൽ കാലടി കൊണ്ടാണ് വണ്ടി തകർന്നത്, അത് ഞാൻ കണ്ടു എന്ന് ഉണ്ണിക്കണ്ണന്റെ സംരക്ഷകരായ ഇടയകിടാങ്ങൾ പറഞ്ഞു. ശ്ലോകം 7. ഭിയാ തദാ കിഞ്ചിദജാനതാമിദം കുമാരകാണാമതിദുർഘടം വചഃ ഭവത്പ്രഭാവാഭിദുരൈരിരീരിതം മനാഗിവാശങ്ക്യദൃഷ്ടഭൂതനൈഃ. ഒരിക്കൽ കൂടി. ഭിയാ തദാ കിഞ്ചിദജാനതാമിദം കുമാരകാണാമതിദുർഘടം വചഃ ഭവത്പ്രഭാവാഭിദുരൈരിരീരിതം മനാഗിവാശങ്ക്യദൃഷ്ടഭൂതനൈഃ. ഭിയാ തഥാ അപ്പോൾ, ഭീതി കൊണ്ട്, കിഞ്ചിത് ഒരിക്കലും, അജാനതാം ഇതം ഒന്നുമറിയാതെ ഇങ്ങനെ, കുമാരകാണാം അതിദുർഘടം വചഃ കുട്ടികളുടെ വാക്കുകൾ ചേരുന്നില്ല, കുട്ടികളുടെ വാക്കുകൾ മനസ്സിലാക്കാൻ പ്രയാസമായതാണ്. ഭവത് പ്രഭാവ അങ്ങയുടെ പ്രഭാവത്തെക്കുറിച്ച്, അവിധുരൈ
അറിവില്ലാത്തവരാൽ ഇതി ഈരിതം ഇങ്ങനെ പറയപ്പെട്ടതായി. മനാക് ഇവ അശങ്ക്യത അങ്ങനെയുമാകാമെന്ന് മനസ്സിൽ ശങ്കിച്ച് ദൃഷ്ടഭൂതനെ രാക്ഷസിയായ പൂതനയുടെ വൃത്താന്തങ്ങൾ കണ്ടിട്ടുള്ള അവർ. ഇനി ശ്ലോകാർത്ഥം. അപ്പോൾ ഒന്നും അറിഞ്ഞുകൂടാത്ത ഈ കുട്ടികൾ ഭയം കൊണ്ട് പറഞ്ഞ വാക്കുകൾ ഒട്ടും ചേരാത്തതാണ് എന്ന് അങ്ങയുടെ പ്രഭാവത്തെ ശരിക്കും അറിയാത്തവർ പറഞ്ഞു. പക്ഷേ പൂതനയുടെ മരണകഥ അറിയാവുന്നവർ അല്പമൊന്നു ശങ്കിച്ചു. അങ്ങനെയും ആകാം എന്ന് മനസ്സിൽ സംശയിച്ചു. ശ്ലോകം 8. പ്രവാളതാമ്രം കിമിദം പദം ശതം സരോജരമ്യൗനുകരൗ വിരോജിതൗ ഇതി പ്രസർപ്പത്കരുണാതരംഗിതാഃ ത്വദംഗമാഭസ്പൃശുരംഗനാജനാഃ. ഒരിക്കൽ കൂടി. പ്രവാളതാമ്രം കിമിദം പദം ശതം സരോജരമ്യൗനു കരൗ വിരോജിതൗ ഇതി പ്രസർപ്പത്കരുണാതരംഗിതാഃ ത്വദംഗമാഭസ്പൃശുരംഗനാജനാഃ. പ്രവാളതാമ്രം ഇളം തളിര് പോലെ മൃദുലവും താമ്രമായതും ചുവന്നതുമായ കിം ഇതം പദം ക്ഷതം ഈ പാദത്തിന് ക്ഷതമേറ്റുവോ. സരോജരമ്യോ സരോജം പോലെ താമരപ്പൂ പോലെ രമ്യമായ നുകരൗ വിരോചിതൗ കരങ്ങൾക്ക് മുറിവേറ്റുവോ. ഇതി പ്രസർപ്പത് ഒതുക്കിയാൽ ഒടുങ്ങാത്ത ഒഴുകിയെത്തുന്ന കരുണാതരംഗിത കരുണ വഴിയുന്ന ത്വദംഗം ആഭസ്പൃശൂർ അങ്ങയുടെ അംഗങ്ങളെ തൊട്ടുതലോടി. അംഘനാ ജനാഹ സ്ത്രീജനങ്ങൾ. ശ്ലോകാർത്ഥം. ഇളം തളിരുപോലെ മൃദുലവും ചുവന്ന് തുടുത്ത ഈ പാദങ്ങൾക്ക് ക്ഷതമേറ്റുവോ. സരോജരമ്യങ്ങളായ ഈ കൈകൾക്ക് മുറിവുണ്ടായോ എന്നിങ്ങനെ ആരാഞ്ഞ് പരന്നൊഴുകുന്ന കരുണ കൊണ്ട് തരംഗിതകളായ ആ വൃജാംഗനാ ജനങ്ങൾ അങ്ങയുടെ അംഗങ്ങളെ തൊട്ടു തലോടി നോക്കി. ശ്ലോകം 9. അയേ സുതം ദേഹി ജഗത്പദേ കൃപാ തരംഗപാദാത് പരിപാദമധ്യമേ ഇതി സ്മ സംഗൃഹ്യ പിതാ ത്വദംഗകം മുകുർമുകുശ്ലിഷ്യതി ജാതകണ്ഡകഃ. ഒരിക്കൽ കൂടി. അയേ സുതം ദേഹി ജഗത്പദേ കൃപാ തരംഗപാദാത് പരിപാദമധ്യമേ ഇതി സ്മ സംഗൃഹ്യ പിതാ ത്വദംഗകം മുകുർമുകുശ്ലിഷ്യതി ജാതകണ്ഡകഃ. അയേ അല്ലയോ, സുധം ദേഹി മകനെ ഉണ്ണിയെ ഇങ്ങു തരൂ, ജഗൽപദേ ജഗത്തിന്റെ പതിയായവനെ, മഹാവിഷ്ണുവേ അങ്ങയുടെ കൃപാതരംഗപാദാത് കൃപാതരംഗം പതിച്ചതിനാൽ കാരുണ്യാവലിയാൽ പരിപാദം പരിരക്ഷിക്കപ്പെട്ട പരിപാലിതമായ അദ്യ ഇപ്പോൾ മേ എൻ്റെ ഇതി സ്മ സംഗൃഹ്യ പിതാ എന്നിങ്ങനെ പറഞ്ഞിട്ട് പിതാവ് നന്ദഗോപൻ ആവേശത്തോടെ കടന്നെടുത്തിട്ട് അംഗകം അവിടത്തെ ഉണ്ണിക്കണ്ണന്റെ പൂവുടലിനെ മുഹുർമുഹു വീണ്ടും വീണ്ടും ശിഷ്യതി ജാതകണ്ഡക രോമാഞ്ചത്തോടെ കെട്ടിപ്പുണർന്നു. ശ്ലോകാർത്ഥം. അല്ലയോ യശോദേ, ജഗൽപതിയുടെ കാരുണ്യാതിരേഖത്താൽ രക്ഷപ്പെട്ടു കിട്ടിയ എൻ്റെ മകനെ ഇങ്ങു തരൂ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഉദിതമായ രോമാഞ്ചത്തോടെ ആ ഉണ്ണിയെ എടുത്ത് ആ നന്ദഗോപൻ ആ പിതാവ് വീണ്ടും വീണ്ടും ആശ്ലേഷിച്ച് രോമാഞ്ചിതനായി. ശ്ലോകം 10. അനോ നിലീന കില ഹന്തുമാഗതഃ സുരാരിരേവം ഭവദാ വിഹിംസിതഃ
രജോപിനോ ദൃഷ്ടമമുഷ്യ തത്കഥം സശുദ്ധസത്വേ ത്വയി ലീനവാൻ ധ്രുവം. ഒരിക്കൽ കൂടി. അനോ നിലീന കില ഹന്തുമാഗതക സുരാരിരേവം ഭവതാ വിഹിംസിതക രജോപിനോ ദൃഷ്ടമമുഷ്യ തത്കഥം സശുദ്ധസത്വേ ത്വയി ലീനവാൻ ധ്രുവം. അനോ നിലീന വണ്ടിയിൽ ലയിച്ചു ചേർന്നവനായി. കില ഹന്തുമാഗത കൊല്ലുന്നതിന് വന്നവനായ. സുരാരിർ ഏവം ആ അസുരൻ ഇപ്രകാരം. ഭവത വിഹിംസിത അങ്ങയാൽ കൊല്ലപ്പെട്ടവനായി. രജാ പ്ലസ് അഭി രജോഭി പൊടി പോലും നോ ദൃഷ്ടം കണ്ടില്ല. അമുക്ഷ്യ അവന്റെ പൊടി പോലും കാണാനായില്ല. തത്കഥം അതെങ്ങനെ സംഭവ്യമാകും? സ ശുദ്ധസത്വേ ത്വയി അവൻ അങ്ങയുടെ ശുദ്ധസത്വരൂപത്തിൽ ലീനവാൻ ധ്രുവം ലീനനായി തീർച്ച ലയിച്ചവനായി തീർന്നു. ഇനി ശ്ലോകാർത്ഥം. വണ്ടിയിൽ ലയിച്ചു ചേർന്ന് ഉണ്ണിക്കണ്ണനെ വധിക്കുന്നതിനായി എത്തിയ ആ ശകടാസുരൻ അങ്ങനെ അങ്ങയാൽ വധിക്കപ്പെട്ടുവത്രേ. എന്നാൽ അവന്റെ പൊടി പോലും കാണാൻ കഴിയാത്തത് എന്തേ? അവൻ ശുദ്ധസത്വസ്വരൂപനായ അങ്ങയിൽ ലയിച്ചു ചേർന്നു എന്ന് നിശ്ചയം. അവൻ മോക്ഷം പ്രാപിച്ചു. കൃഷ്ണ ശ്രീ ഗുരുവായൂരപ്പ. ശ്ലോകം 11. പ്രപൂജിതൈസ്തത്ര തതോ ദ്വിജാതിഭിർവിശേഷതോ ലംബിതമംഗളാശിഷക വ്രജം നിജൈർബാല്യരസൈർവിമോഹയൻ മരുത്പുരാധീശരുജാം ജഹീഹിമേ. ഒരിക്കൽ കൂടി. പ്രപൂജിതൈസ്തത്ര തതോ ദ്വിജാതിഭിർവിശേഷതോ ലംബിതമംഗളാശിഷക വ്രജം നിജൈർബാല്യരസൈർവിമോഹയൻ മരുത്പുരാധീശരുജാം ജഹീഹിമേ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. പ്രപൂജിതൈ തത്ര അവിടെ പൂജിക്കപ്പെട്ടവരായ. തഥോ അനന്തരം. ദ്വിജാതിഭിർ ബ്രാഹ്മണരായ. വിശേഷതോ വിശേഷിച്ച്. ലംബിത മംഗളാശിഷ പ്രാപ്തമായ മംഗളാശിസുകളോടെ. വ്രജം വ്രജത്തെ അമ്പാടിയെ. നിജൈർ ബാല്യരസൈർ വിമോഹയൻ തന്റെ ബാല്യ ക്രീഡരസത്താൽ വിമോഹിപ്പിക്കുന്നവനായി. മരുത്പുരാധീശ അലയോ ശ്രീ ഗുരുവായൂരപ്പ. രുജാം ജഹീഹിമേ എന്റെ ദുഃഖങ്ങളെ നശിപ്പിച്ചാലും. ശ്ലോകാർത്ഥം. അനന്തരം അമ്പാടിയിൽ സംപൂജിതരായ ബ്രാഹ്മണരിൽ നിന്ന് പ്രാപ്തമായ വിശേഷ മംഗളാശിസുകളോടു കൂടിയ ആ ഉണ്ണിക്കണ്ണൻ തന്റെ ബാലലീലകളാൽ ആ വ്രജത്തെ ആകെ രസത്തിൽ ആറാടിച്ചു മോഹിപ്പിച്ചു. അങ്ങനെയുള്ള ശ്രീ ഗുരുവായൂരപ്പ എന്റെ ദുഃഖങ്ങളെ നശിപ്പിക്കണമേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം.